അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം, പക്ഷേ പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു വാദങ്ങൾ മുന്നോട്ട് നിരത്തുന്നതിൽ. അതിൽ ഭരണപക്ഷമാണ് വിജയിച്ചത് തിരിച്ചടിക്കുന്നതിൽ എന്നുള്ള വിലയിരുത്തൽ ചിലരെങ്കിലും നടത്തുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള മറുപടി നൽകാം. അതോടൊപ്പം ഈ പറഞ്ഞ മരിച്ചത് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയാണ്. ഒരു കേസിന്റെ കാര്യമാണ്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിക്ക് ആ കേസ് എന്ന് പറയുന്നത് പെറ്റി കേസാണ്. പെറ്റി കേസിൽ എന്താണ് ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് എന്നത് ആ ദൃശ്യങ്ങൾ അവിടെ തെളിവായി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും VP മുസ്തഫയ്ക്ക് ഏത് തരത്തിലുള്ള ക്ലെയിമുകളും റേസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. CPM അത് ആക്രോശിച്ച് ജയിച്ചെന്നോ ആക്രോശിച്ച് തോറ്റെന്നോ ഒന്നുമല്ല വാദം. അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇപ്പോൾ ജോയ്ക്കുട്ടി പറഞ്ഞ ആ വിഷയം, ജോയ്ക്കുട്ടിയുടെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഇഷ്യൂ, അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ബോധ്യമാണ് പറഞ്ഞത്. ആ ബോധ്യത്തിൻ്റെ മേൽ അത് പോലീസ് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന ബോധ്യം ആ അച്ഛനുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുണ്ട്, നേരിട്ട് കണ്ട പലർക്കുണ്ട്. അത് CCTVയിൽ അവൈലബിളുമാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരരുതെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. കൊല്ലപ്പെട്ട ആ വ്യക്തി, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് പോലീസും ഒക്കെ തീരുമാനിക്കുന്നു. നേരിട്ട് കണ്ട അച്ഛന് അല്ല എന്ന് ബോധ്യമുണ്ട്. അതിൻ്റെ മറുപടി പോലീസിൻ്റെ വെർഷൻ നിയമസഭയിൽ വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ലാഘവമുണ്ട്. ആ ലാഘവം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും ഒരു അത്രയും അങ്ങനെ വളരെ എന്തെഴുതി കൊടുത്താലും വായിക്കുന്നവനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്, കാലങ്ങളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ, സ്വന്തമായി അനലൈസ് ചെയ്ത് ഒരു വിഷയത്തിനെ അനലിറ്റിക്കലായിട്ട് പറയാൻ കഴിയുന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്നെനിക്ക് സംശയം തോന്നുന്നു. കാരണം കൊല്ലപ്പെട്ടതൊരു ഡിവൈഎഫ്ഐയുടെ സഖാവാണ്. പാർട്ടി പതാക പുതച്ച് അടക്കം ചെയ്ത ആളാണ്. ആ മനുഷ്യനെ കൊന്നത് പോലീസാണെന്ന് അച്ഛൻ പറയുന്നു. അതിൻ്റെ CCTV ഒന്ന് കാണണ്ടേ മുഖ്യമന്ത്രിക്ക്? പോലീസ് പറയുന്നത് അതുപോലെ പറഞ്ഞാൽ മതിയോ? ആ സഖാവിനെ കൊന്ന പോലീസുകാരെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. കുറച്ചു മുമ്പ് സ്മൃതി തന്നെ പറഞ്ഞു, ആ സ്ഥലത്തു നിന്നുള്ള, അതായത് പാർട്ടി പതാക പുതപ്പിച്ച് ശവസംസ്കാരം നടത്തിയ ആ ചെറുപ്പക്കാരൻ്റെ നാട്ടിലുള്ള പാർട്ടിക്കാർ വന്ന് പറയുന്നു, ഞങ്ങൾ പണ്ട് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. എന്തൊരവസ്ഥയാണ്! അതായത് പാർട്ടിയുടെ, CPM പാർട്ടിയുടെ ഒരു B ടീം ഗുണ്ടാ ടീമായി ഒരു പോലീസ് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ആളുകളെ നമ്മളതാ പറഞ്ഞ് കൊടിസുനിയെ പിന്തുണയ്ക്കുന്നത് പോലെ പിന്തുണയ്ക്കാനുള്ള ബാധ്യസ്ഥത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുക, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സർക്കാർ അഭിഭാഷകനായിരുന്നു. അങ്ങനെ ഒരു കോടതിയിൽ പോലീസിൻ്റെ വെർഷൻ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു റിട്ടയർഡ് ജഡ്ജ് എന്നോട് പറഞ്ഞു, ഞാൻ പോലീസിൻ്റെ വെർഷൻ ചില കാര്യങ്ങളിൽ പോലീസിനെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യിക്കണമെന്ന് പറയുമായിരുന്നു, പോലീസ് ഹരാസ്മെൻറ്റ് ഇഷ്യൂസിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യല്ലേ, നിങ്ങൾ പോലീസിനെ കൊണ്ട് എന്തിനാ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യും? കോടതി പറയാതെ തന്നെ ഫയൽ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം എൻ്റെ വെർഷൻ ഇതാണ്, ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റിനെയാണ്, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിനെയാണ്, എൻ്റെ ഗവൺമെൻറ്റിനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെ മോശമാക്കുന്ന പോലീസ് ഓഫീസറെ അല്ല ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ടത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്. സർക്കാരിനെ മോശപ്പെടുത്തുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസർ 5 ഹരാസ്മെൻറ്റ് പെറ്റീഷനാണ് കോടതിയുടെ മുമ്പിൽ വന്നത് പലപ്പോഴായിട്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് കാണുന്നത്. ഇയാൾ ഓരോ പരാതി കാണുമ്പോഴും അതിൻ്റെ എവിഡൻസസ് കാണുമ്പോൾ കുഴപ്പമാണെന്ന് എനിക്ക് ബോധ്യമാണ്. ഞാൻ ഡിഫെൻഡ് ചെയ്തത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്. ഞാൻ ഈ പോലീസുകാരനെ അല്ല ഡിഫെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി അത് അനലൈസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒന്നുകിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അനലൈസ് ചെയ്യേണ്ട എന്ന കാഷ്വൽ അപ്രോച്ച് ആയിരിക്കാം, അല്ല അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം. എന്തായിരുന്നാലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ജനകീയ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ വിഷയത്തെ, ജനങ്ങളുടെ വേദനകളെ, വ്യഥകളെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുകയും നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോക്രാസിയും പോലീസും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അട്രോസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്
മുഖ്യമന്ത്രി എന്ന പദവിയിലും മന്ത്രിമാരെന്ന പദവിയിലും ഇരിക്കുന്നുണ്ട് ബോധ്യം അദ്ദേഹത്തിന്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.